സ്വാമി ശരണമയ്യപ്പ. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ ഒരു മരുന്ന് പറഞ്ഞു തരാം ഞാൻ. അതായത് വയനാട്ടിലൊക്കെ ആദിവാസികളൊക്കെ രഹസ്യമാക്കി വെച്ചൊരു മരുന്ന്, അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിരക്കം എന്ന രോഗത്തിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഒറ്റമൂലിയാണ്. എത്ര പഴകിയ അസ്ഥിരക്കാണെങ്കിലും ഈ മരുന്ന് കഴിച്ചാൽ മാറിപ്പോവും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആയുർവേദ ഷോപ്പുകൾ, അതായത് പച്ചമരുന്നുകൾ വിൽക്കുന്ന കടയിൽ പോയിട്ട് കോലരക്ക് എന്ന് പറഞ്ഞാൽ കിട്ടും. അത് വാങ്ങിക്കുക. കോലരക്ക് വാങ്ങിച്ചിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ച് ഒരു തരിപ്പയിൽ വെച്ച് തരിച്ചിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് അത് ഓരോരോ സ്പൂണ് ഈ പൊടിച്ച പൊടി ഓരോ സ്പൂണ് ഓരോ കടലാസ് പേപ്പറിലാക്കിയിട്ട് 17 സ്പൂണ് 17 പേപ്പറിലാക്കിയിട്ട് പൊതിഞ്ഞ് വെക്കുക. അതായത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പേപ്പറിലാക്കുക, ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പേപ്പറിലാക്കുക, അങ്ങനെ 17 പേപ്പറിൽ ആക്കിയിട്ട് അത് പൊതിയുക. എന്നിട്ട് ഓരോ ദിവസവും രാത്രി ഒരു പൊതി എടുത്തിട്ട് ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ ഒരു വെള്ള തുണിയിൽ ഈ കോലരക്കിൻ്റെ പൗഡർ ഇട്ടിട്ട് ഒരു കിഴക്കെട്ടാക്കുക. അത് നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ. ഒരു കിഴക്കെട്ടാക്കിയിട്ട് ഈ ഒരു സ്പൂണിലെ പൗഡർ ഒരു കിഴക്കെട്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. രാത്രി ഇട്ട് വയ്ക്കുക. ഒരു ഗ്ലാസ് നിറയെ വെള്ളം വേണം കേട്ടോ. രാത്രി ഇട്ട് വയ്ക്കുക. അപ്പോൾ നേരം വെളുത്താൽ അത് ആ കിഴക്കെട്ട് നല്ലോണം പിഴിയുക. അപ്പോൾ അതിലെ വെള്ളം ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും ആ വെള്ളം ഉണ്ടാവുക. ആ നിറത്തിലായിരിക്കും ആ വെള്ളം ഉണ്ടാവുക. ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. പഥ്യമുണ്ട്. വെച്ചാൽ വെണ്ടക്ക കഴിക്കാൻ പാടില്ല, മത്സ്യം മാംസം പാടില്ല, പിന്നെ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെ 17 തുടക്കക്കാരാണെങ്കിൽ 17 ദിവസം കഴിച്ചാൽ അസ്ഥിരക്കം എന്ന അസുഖം മാറും. മാറാത്തവർ പിന്നെയും 17 ദിവസം കഴിക്കുക. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പം ഒരുപാട് വർഷങ്ങളായവരാണെങ്കിൽ കുറച്ചധികം, അതായത് 17 ദിവസം കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ പിന്നെയും 17 ദിവസം കഴിക്കുക, മാറിയിട്ടില്ലെങ്കിൽ പിന്നെയും 17 ദിവസം കഴിക്കുക. അങ്ങനൊരു 4 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്ക് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും. എത്ര പഴകിയതാണെങ്കിലും മാറും. വല്ലാത്തൊരു വൃത്തികെട്ടൊരു അസുഖം. അത് കൂടി വന്നാൽ ദുർഗന്ധമൊക്കെ ഉണ്ടാവും സ്ത്രീകൾക്ക്. ഈ അസുഖം പല സ്ത്രീകളും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ഈ മരുന്നാണ് ഇത് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദിവാസികൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന മരുന്നൊക്കെ. ഈ മരുന്ന് പണ്ട് കാലങ്ങളിൽ ഈ മരുന്ന് പല ആളുകളും വൈദ്യന്മാരും കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. പക്ഷെ അത് ജനങ്ങൾക്കത് മനസ്സിലാവാതിരിക്കുക, ഇത് കോലരക്കാണെന്ന് മനസ്സിലാവാതിരിക്കാൻ അന്നത്തെ വൈദ്യന്മാരൊക്കെ ചെയ്ത് അതിൽ ഓട്ടും കഷ്ണം പൊടിച്ച് ചേർക്കും. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ പണ്ട് വിറക് കത്തിക്കുന്ന കാലഘട്ടമല്ലേ, അടുക്കളയിലൊക്കെ ഉണ്ടാവും എന്താ പറയുക കറുത്തൊരു പൊടി ഉണ്ടാവും, മാറാലെന്നൊക്കെ പറയും. കറുത്തൊരു അടുക്കളയിൽ കരിൻ്റെ കൂടെ ഉണ്ടാവും, കരി കട്ട പിടിച്ചതില്ലേ, അതെടുത്തിട്ട് ഈ പൗഡറിൽ കൂട്ടി കലർത്തും, ഓട്ടും കഷ്ണത്തിൻ്റെ പൊടി ഇതും കൂടെ. എന്നിട്ടിത് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക അങ്ങനെയുള്ള പണികളൊക്കെ പണ്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അസ്ഥിരക്കം എന്ന രോഗം ഈ മരുന്ന് കൊണ്ട് തീർച്ചയായിട്ടും മാറും. പല മരുന്നും കഴിച്ച് മാറാത്തവരാണെങ്കിൽ ഈ മരുന്ന് ഉണ്ടാക്കി കഴിക്കുക, തീർച്ചയായിട്ടും മാറും. മാറിക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നിങ്ങളോട് ആരോടും എനിക്ക് കമൻ്റ് ഇടുന്ന ആവശ്യപ്പെട്ടിട്ടില്ല. ഈ അസുഖം വന്നവരാരെങ്കിലും ഈ മരുന്ന് കഴിച്ചിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. സ്വാമി ശരണമയ്യപ്പ.